പ്രധാനമായും നമ്മുടെ മറ്റു രണ്ട് അതിഥികൾ ഉന്നയിച്ച രണ്ട് ചോദ്യങ്ങൾ. ഒന്ന്, ഈ CPM നേതാക്കളിലേക്ക് നിയമപരമായുള്ള നടപടികൾ വൈകുന്നത് എന്തുകൊണ്ട്? രണ്ട്, പ്രധാനമന്ത്രി ഇന്ന് നൽകിയ വാഗ്ദാനം കണ്ടുകെട്ടിയ സ്വത്തുക്കൾ നിക്ഷേപകരുടെ കൈകളിലേക്ക് എത്തും, അത് പ്രായോഗിക തലത്തിൽ എത്ര കാലതാമസം ഉണ്ടാകും എന്നുള്ളത്. തീർച്ചയായിട്ടും ഈ രണ്ട് കാര്യങ്ങൾക്ക് ഞാൻ കഴിഞ്ഞ വിധത്തിൽ തന്നെ മറുപടി പറഞ്ഞായിരുന്നു. നമുക്ക് നമ്മുടെ ആഗ്രഹവും നിയമത്തിന്റെ ഒരു യാഥാർത്ഥ്യവും രണ്ടും പലപ്പോഴും ഒന്നിച്ചു പോകണമെന്നില്ല. ഇപ്പൊ CPM-ന്റെ ഉന്നത നേതാക്കന്മാരിലേക്ക് അന്വേഷണം എത്തണം, അവരൊക്കെ അറസ്റ്റ് ചെയ്യപ്പെടണമെന്ന് വ്യക്തിപരമായിട്ട് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. പറയുമ്പോൾ ഞാൻ അഭിഭാഷകനാണ്, അപ്പൊ ശരിയാണ്. പക്ഷെ വ്യക്തിപരമായിട്ട് എന്റെ ആഗ്രഹം അതാണ്. പറയാൻ പറ്റുകയാണെങ്കിൽ PK ബിജുവിനെ അറസ്റ്റ് ചെയ്യണം, അതേപോലെ തന്നെ AC മൊയ്തീനെ അറസ്റ്റ് ചെയ്യണം, അതേപോലെ തന്നെ മറ്റേ ഈ പറയുന്ന എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ പിണറായി വിജയനെ പറ്റിയാണെങ്കിൽ അറസ്റ്റ് ചെയ്യണം, പിണറായി വിജയനെ തന്നെ അറസ്റ്റ് ചെയ്യണം എന്നുള്ള ആഗ്രഹമൊക്കെ എനിക്കുണ്ട്. പക്ഷെ നിയമ സംവിധാനങ്ങൾക്ക് എപ്പോഴും ഇങ്ങനെ അങ്ങനെയല്ല അത് പ്രവർത്തിക്കുന്നത്. ഇത് കുറെ കൂടി സിസ്റ്റമാറ്റിക് ആയിട്ട് അതിന്റെ ഒരു സ്വഭാവത്തിലാണ് ഇത് പ്രവർത്തിക്കുക. ലോജിക്കൽ കൺക്ലൂഷൻ ഇതൊക്കെ നടന്നേക്കാം. ഈ പറയുന്ന നേതാക്കന്മാരിലേക്ക് എത്തുക, അവർക്കെതിരെയുള്ള എവിഡൻസ് ഗ്യാദർ ചെയ്യുക, അതിന് അനുകൂലമായിട്ടുള്ള ടെസ്റ്റിമണികൾ ഗ്യാദർ ചെയ്യുക, ഇവർക്കെതിരെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള അഡ്മിഷൻസ് കിട്ടുകയാണെങ്കിൽ അഡ്മിഷൻസ് ഗ്യാദർ ചെയ്യുക. ഇങ്ങനെ ഇവർക്കെതിരെ ഒരു ഫൗൾ പ്രൂഫ് ആയിട്ടുള്ള കേസ് ബിൽഡ് ചെയ്തതിനു ശേഷം അറസ്റ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ അല്ലാതെ മറ്റൊരു ഓപ്ഷൻ ഇല്ലാത്ത സാഹചര്യത്തിൽ അറസ്റ്റ് ചെയ്യുകയും അറസ്റ്റ് ചെയ്താൽ അറസ്റ്റ് നിലനിർത്താൻ സാധിക്കുന്നു എന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യണം. കോടതിയിൽ പോയിട്ട് 24 മണിക്കൂർ കൊണ്ട് ഇവർ ജാമ്യം മേടിച്ച് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഏജൻസിയുടെ മുറയിലാണ് അവിടെ തകരുന്നത്. അങ്ങനെ ഇല്ലാതെ ഇവരെ അറസ്റ്റ് ചെയ്താൽ അത് കോടതിയിൽ നിലനിൽക്കും. അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തു, ഒരു ചീഫ് മിനിസ്റ്റർ അറസ്റ്റ് ചെയ്യാന്ന് പറയുന്നത് വളരെ ബോൾഡ് ആയിട്ടുള്ള മൂവാണ്. അത് തിരിച്ചടിച്ചു കഴിഞ്ഞാൽ അന്വേഷണ ഏജൻസിയുടെ മാത്രമല്ല, ഏജൻസിയെ നിയന്ത്രിക്കുന്ന ഗവൺമെന്റിന്റെ പോലും, കേന്ദ്ര സർക്കാരിന്റെ പ്രതിച്ഛായക്ക് പോലും വലിയ തകർച്ച ഉണ്ടാകും. കാരണം രാഷ്ട്രീയ പ്രേരിതമായിട്ടുള്ള ഒരു ഉദ്ദേശത്തിന് ഒരു ഏജൻസിനെ ഉപയോഗിച്ചു എന്നാണ് വരിക. പക്ഷെ അത്രയും കൃത്യമായിട്ടുള്ള തെളിവുകളുടെ പശ്ചാത്തലത്തിൽ, അഡ്മിഷൻസിന്റെ അടിസ്ഥാനത്തിൽ, മൊഴികളുടെ അടിസ്ഥാനത്തിൽ ഇദ്ദേഹത്തിനെതിരെയുള്ള കേസ് സ്റ്റാൻഡ് ചെയ്യുന്നു. കോടതിയിൽ പോയാൽ പോലും കോടതിയിൽ നിന്ന് അനുകൂല നിലപാട് കിട്ടുമെന്നുള്ള ഉറപ്പിന്റെ അടിസ്ഥാനത്തിലാണ് അവിടെ അറസ്റ്റ് നടത്തുന്നത്. അറസ്റ്റ് നടത്തിയിട്ട് മജിസ്ട്രേറ്റ് മുന്നിൽ ഹാജരാക്കിയപ്പോൾ മജിസ്ട്രേറ്റ് അദ്ദേഹത്തെ റിമാൻഡ് ചെയ്യാണ്. അതിനുശേഷം വീണ്ടും ഹാജരാക്കുന്ന സമയത്ത് കസ്റ്റഡി എക്സ്റ്റെൻഡ് ചെയ്യാണ് ചെയ്യുന്നത്. അതിനുശേഷം ഹൈക്കോടതി പോകുമ്പോൾ ഹൈക്കോടതി എന്താണ് അദ്ദേഹത്തിന് എന്തെങ്കിലും റിലീഫ് കൊടുക്കാൻ വിസമ്മതിക്കുകയാണ് ചെയ്തത്. കാരണം അദ്ദേഹത്തിനെതിരെയുള്ള കേസ് എന്ന് പറയുന്നത് പ്രൈമാ ഫേസി അത്രയും സ്ട്രോങ് ആയിട്ടുള്ള കേസാണ്. അതേ മെക്കാനിസമാണ് ഇത്തരം കാര്യങ്ങളിൽ ചെയ്യേണ്ടത്. അല്ലാതെ ആവേശത്തിന്റെ പുറത്തോ ആഗ്രഹത്തിന്റെ പുറത്തോ നമ്മൾ പ്രിമച്വർ ആയിട്ടുള്ള അറസ്റ്റുകൾ നടത്തി കഴിഞ്ഞാൽ ആ അറസ്റ്റ് നിലനിൽക്കില്ലെന്ന് മാത്രമല്ല, ചിലപ്പോ ഇത് മൊത്തത്തിലുള്ള അന്വേഷണത്തിന്റെ ഉദ്ദേശത്തെ തന്നെ അട്ടിമറിക്കുന്ന തരത്തിൽ തിരിച്ചടിക്കുകയും ചെയ്യും. അപ്പോ ED ആ കാര്യത്തിൽ വളരെ കാര്യക്ഷമമായിട്ടും വളരെ കൃത്യമായിട്ടും ഇടപെടുന്നുണ്ട്. ഓരോ ആളുകളെ വളരെ സിസ്റ്റമാറ്റിക് ആയി തന്നെ റോപ്പിംഗ് ചെയ്യുകയും അവർക്ക് കുരുക്ക് കുറുക്കുകയും അവരെ ഒരു സ്ഥിരമായി തന്നെ അവരെ അഴിക്കുള്ളിലാക്കാനുള്ള ഒരു സംവിധാനത്തിൽ ഏർപ്പെടുകയും